ഹായ് എവരിവൺ, ഈ വരുന്ന വീക്കിലേക്ക് നോക്കാൻ പറ്റിയ നിഫ്റ്റിയുടെ ഒരു അനാലിസിസ് നമുക്ക് നോക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രൈഡേയും തേഴ്സ്ഡേയും ഒക്കെ നിഫ്റ്റി നല്ല രീതിയിൽ ഫോൾ ആയിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റിൽ ചെറിയ രീതിയിലുള്ള ഒരു ബെയറിഷ്നെസ് നമുക്ക് കാണാമായിരുന്നു ലാസ്റ്റ് വീക്കിൽ. നിങ്ങൾക്ക് ഡെയിലി ടൈം ഫ്രെയിം ക്യാൻഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു സോൺ എന്ന് പറയുന്നത്, അതായത് നവംബർ 22 ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു ഗ്രീൻ ക്യാൻഡിലിൻ്റെ ഗ്യാപ് ഫില്ലിംഗ് ഏരിയയിലേക്ക് മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മാർക്കറ്റ് 23,500 എന്ന് പറയുന്ന നല്ലൊരു സപ്പോർട്ടാണ്. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 23,500 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർക്കറ്റ് നിയർലി വീണ്ടും ഒരു 200-250 പോയിന്റ് ഡൗൺ സൈഡിലേക്ക് പ്രോബബിലിറ്റി ഉണ്ട് മൂവ് ചെയ്യാനായിട്ട്. ഒരു ഇമ്മീഡിയറ്റ് അടുത്ത നെക്സ്റ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് 23,300 റേഞ്ചാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ട്രേഡ് എടുക്കുമ്പം ഓൾറെഡി നല്ല രീതിയിൽ ഫോളോ ആയിട്ടുള്ളത് കൊണ്ട് തന്നെ ബെയറിഷ് സൈഡിലേക്കാണെങ്കിൽ പോലും ട്രേഡ് എടുക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ട് റിസ്ക് റിവാർഡ് കിട്ടുന്ന ട്രേഡുകൾ കിട്ടിയാൽ മാത്രം കൺസിഡർ ചെയ്യാൻ നോക്കുക. അപ്സൈഡിലേക്ക് ഇങ്ങനെ ഒരു പുൾ ബാക്ക് അല്ലെങ്കിൽ അപ്സൈഡിലേക്ക് ഒരു മൊമെൻറ്റം കണ്ടു കഴിഞ്ഞാൽ ദെൻ ഒരു പുൾ ബാക്ക് കിട്ടുന്ന രീതിയിലുള്ള ട്രേഡുകൾ കൺസിഡർ ചെയ്യാൻ നോക്കുക. നിങ്ങൾ ട്രേഡ് പ്ലേസ് ചെയ്യുന്ന ടൈമിൽ ഡൗൺ സൈഡിലേക്ക് നോക്കുമ്പോൾ ഇതേ രീതിയിൽ കിട്ടുന്ന പുൾ ബാക്ക് എൻട്രീസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അപ്സൈഡിൽ നോക്കുവാണെങ്കിൽ നല്ലൊരു റെസിസ്റ്റൻസ് സോൺ എന്ന് പറയുന്നത് 23,900-950 റേഞ്ചാണ്. അപ്പോൾ ഇത് നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന സാധ്യതയുണ്ട് വരുന്ന ദിവസങ്ങളിൽ. അപ്പോൾ ഈ ഒരു റേഞ്ചിൽ നിർത്തിക്കൊണ്ട് പ്രോപ്പറായിട്ടൊരു പ്രൈസ് ആക്ഷൻ ട്രേഡുകൾ കൺസിഡർ ചെയ്യാൻ നോക്കാം. 23,500 ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു നല്ല രീതിയിലുള്ളൊരു ഡൗൺ സൈഡ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. ലാസ്റ്റ് വീക്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മന്ത്ലി എക്സ്പയറി കൂടി വരുന്ന ഒരു വീക്കാണ്. അപ്പം ഈ വരുന്ന വീക്കിൽ വീക്കിലി എക്സ്പയറികളെല്ലാം ക്ലോസ് ചെയ്തിട്ടുള്ള ലാസ്റ്റ് മന്ത്ലി എക്സ്പയറി കൂടിയാണ്. അപ്പോൾ അതിൻ്റെ വോളറ്റാലിറ്റി മാർക്കറ്റിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇനി വരുന്ന ആഴ്ചത്തേക്ക് നോക്കാൻ പറ്റിയ കുറച്ച് സ്റ്റോക്കുകളും കൂടി നമുക്ക് നോക്കാം സ്വിങ്ങിന് വേണ്ടിയിട്ട്. മാർക്കറ്റ് ഇത്രയും ഡൗൺ സൈഡിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്വിങ്ങിൽ പൊസിഷൻസ് ടേക്ക് ചെയ്യുന്ന സമയത്ത് വളരെ ചെറിയ രീതിയിലുള്ള ക്വാണ്ടിറ്റി മാത്രം പൊസിഷനിൽ ആഡ് ചെയ്യാൻ നോക്കുക. കാരണം മാർക്കറ്റ് ഫോളോ ആവുന്ന സമയത്ത് സ്റ്റോക്കുകൾ മേ ബി ഡൗൺ സൈഡിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു 5-6%, 7% ഒക്കെ അറ്റ് ആ ഒരു ഡേ തന്നെ നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക മാക്സിമം. ഇത് നമ്മൾ കഴിഞ്ഞ വീക്കിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോക്കാണ് MB ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. 155 എബോവ് ആയിരുന്നു നമ്മൾ എൻട്രി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 155 നിന്ന് നിയർലി അന്നേ ദിവസം തന്നെ അതൊരു 6-7% മൂവ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടാണ് ദെൻ വീണ്ടും അതേ സ്പേസിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ വരുന്ന ദിവസങ്ങളിലും നമുക്ക് ഈ ഒരു സ്റ്റോക്ക് ഈ ഒരു ലെവലിൽ നിന്ന് കൺസിഡർ ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഡിസ്കസ് ചെയ്ത ഒരു സ്റ്റോക്സ് ആയിരുന്നു ശാസ്ത്ര സുന്ദർ വെഞ്ചർ എന്ന് പറയുന്ന ഈ കമ്പനി. അത് ഓൾറെഡി ആ ഒരു സോണിനകത്ത് തന്നെയാണ് ഇപ്പോഴും ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 375-80 റേഞ്ച് എബോവ് വീണ്ടും നിങ്ങൾക്കിത് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ലെവൽ തന്നെയാണ്. ദെൻ ഇനി ഈ വരുന്ന വീക്കിലേക്ക് നോക്കാൻ പറ്റിയ കുറച്ച് സ്റ്റോക്സ് നോക്കുകയാണെങ്കിൽ ക്യാംലിൻ ഫിൻ സർവീസ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ ഒരു കമ്പനി നിങ്ങൾക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാം. ഇത് കുറേ തവണ റെസിസ്റ്റൻസ് എടുത്തിട്ടുള്ള ഒരു സോണാണ് 128 എന്ന് പറയുന്ന ഈ ഒരു ലെവൽ. അപ്പോൾ ഈ ഒരു 128 എബോവ് നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോക്സിൽ ട്രേഡ് പ്ലേസ് ചെയ്യാം. ഒരു SL പ്ലേസ് ചെയ്യുകയാണെങ്കിൽ 112ലേക്ക് നിങ്ങൾക്ക് SL പ്ലേസ് ചെയ്യാം. ഇവിടെ നിന്നൊരു ഇമ്മീഡിയറ്റ് 5-6% ടാർഗറ്റ് നിങ്ങൾക്ക് സെറ്റ് ചെയ്തുകൊണ്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് 130-35 റേഞ്ചും ദെൻ സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുന്നത് 140-45 റേഞ്ചും നിങ്ങൾക്ക് നോക്കാം. മാർക്കറ്റിൽ ഉണ്ടാകുന്ന ബെയറിഷ്നെസ് ഈ സ്റ്റോക്കുകളെയും ബാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ പൊസിഷൻസ് വളരെ ചെറിയ രീതിയിൽ തന്നെ എടുക്കാൻ ശ്രമിക്കുക. ദെൻ പിന്നെ നമുക്ക് നോക്കാൻ പറ്റുന്ന ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോക്കാണ്. ഇത് ഓൾറെഡി നല്ല രീതിയിലൊരു ബ്രേക്ക് ഔട്ട് തന്നിട്ടാണ് ഇപ്പം നിൽക്കുന്നത്. 475 എന്ന് പറയുന്നത് ഇതിൻ്റെ നല്ലൊരു എൻട്രി ലെവലായിരുന്നു. പക്ഷേ അതിനുശേഷം ഇപ്പോൾ 25 പോയിൻറ്റ് അപ്സൈഡിലാണ് ഈ ട്രേഡ് ചെയ്യുന്നത് ഈ സ്റ്റോക്ക്. ദെൻ ഈ സ്റ്റോക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു കപ്പ് ആൻഡ് ഹാൻഡിൽ പാറ്റേൺ തന്നിട്ടാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിലൊരു 50%-60% അപ്സൈഡ് പൊട്ടൻഷ്യൽ ഈ സ്റ്റോക്സിനുണ്ട്. ഒരു ഡിപ്പ് വരുവാണെങ്കിൽ 475 റേഞ്ചിലേക്ക് ഡിപ്പ് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്റ്റോക്സ് കൺസിഡർ ചെയ്യാം. ഈവൻ ഇപ്പം നിൽക്കുന്ന പൊസിഷനിലാണെന്നുണ്ടെങ്കിൽ പോലും ഒരു
പെർസെൻറ്റേജ് അലോക്കേറ്റ് ചെയ്യാം ഇന്ന് ക്യാപിറ്റലിൻ്റെ. ദെൻ അതിനുശേഷം ഡിപ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി ക്വാണ്ടിറ്റീസ് ആഡ് ചെയ്താൽ മാത്രം മതിയാവും. ഇതിൻ്റെ ഒരു SL എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ലെവലിൽ പ്ലേസ് ചെയ്യാം. കാരണം ഇതിന് നല്ലൊരു അപ്സൈഡ് പൊട്ടൻഷ്യൽ ഉള്ളതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്രയും വലിയൊരു SL കീപ്പ് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്യുന്നത്. കാരണം മാർക്കറ്റിലൊരു നെഗറ്റിവിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഡൗൺ സൈഡിലേക്ക് വന്നാലും മേ ബി ഈ ഒരു SL സേഫ് ആവാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. ദെൻ നമുക്ക് പിന്നീട് നോക്കാൻ പറ്റുന്നൊരു സ്റ്റോക്കാണ് ഏഷ്യൻ ഹോട്ടൽ നോർത്ത് ലിമിറ്റഡ് എന്ന് പറയുന്നത്. ഇത് തന്നെ 2 സ്റ്റോക്ക് ഉണ്ട്. ഏഷ്യൻ ഹോട്ടൽ നോർത്ത് ആൻഡ് ഈസ്റ്റ് ഉണ്ട്. അതിൽ നോർത്ത് ലിമിറ്റഡാണ് നമ്മൾ നോക്കിയിട്ടുള്ള സ്റ്റോക്സ്. ഇതിൻ്റെ 230 എബോവ് എന്ന് പറയുന്ന ഒരു ലെവലിൽ നിങ്ങൾക്ക് ട്രേഡ് പ്ലേസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഒരു ഇമ്മീഡിയറ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് 280, അതേപോലെ തന്നെ 300 ലെവലിൽ നിങ്ങൾക്ക് ടാർഗറ്റ് സെറ്റ് ചെയ്യാം. അപ്പം ഇത്രയും സ്റ്റോക്കുകളാണ് നമുക്ക് നെക്സ്റ്റ് വീക്കിലേക്ക് നോക്കാൻ പറ്റുന്ന സ്റ്റോക്കുകൾ.